കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ണർഷിപ്പ് ഫേം എന്താണ്, അതിൻ്റെ പ്രത്യേകത, മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, അതുപോലെ പാർട്ണർഷിപ്പ് ഡീഡ്, അതിൻ്റെ കണ്ടൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. ഈ ക്ലാസ്സിൽ നമ്മൾ റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്, പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ അഭാവത്തിൽ, പാർട്ണർഷിപ്പ് എഗ്രിമെൻ്റ് അഭാവത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളായ ചില കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പാർട്ണർഷിപ്പ് ഫേമിൽ എന്നുള്ളതാണ് പഠിക്കുന്നത്. ഇത് പാർട്ണർഷിപ്പ് ആക്റ്റിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. അതുകൂടാതെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഏതെല്ലാം മെത്തേഡിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഏതെല്ലാം വിധത്തിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ ഫോർമാറ്റ്, മറ്റു കാര്യങ്ങൾ, അതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. ഇഫ് ദ ഡീഡ് ഈസ് സൈലൻറ്റ് ഓൺ സർട്ടൻ മാറ്റേഴ്സ് relating to mutual relationship among partners or in the absence of an agreement, relevant provisions of partnership act is applicable. അതായത് പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ അവിടെ വ്യക്തമായ പരാമർശമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ ഡീഡിലോ എഗ്രിമെൻറ്റിലോ പരാമർശിച്ചിട്ടില്ലെങ്കിലും, അഥവാ ഡീഡ് തന്നെ ഇല്ല, എഗ്രിമെൻ്റ് തന്നെ ഇല്ലെങ്കിലും എങ്ങനെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇത് പാർട്ണർഷിപ്പ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ നോക്കാം. ഒന്ന്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിങ് എങ്ങനെയാണ്. പ്രോഫിറ്റ് ലോസ് ഷെയർ ചെയ്യേണ്ടത് ഈക്വൽ ആയിരിക്കണം. അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന് മറ്റേതെങ്കിലും അനുപാതത്തിലും ആയിരിക്കരുത്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഉടമ്പടി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഉടമ്പടി ഉണ്ടായിരിക്കുകയും ആ ഉടമ്പടിയിൽ ഈ കാര്യം പറഞ്ഞിട്ടില്ല, പ്രോഫിറ്റ് ലോസ് ഷെയറിങ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി ഇറസ്പെക്റ്റീവ് ഓഫ് ദർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അല്ല അടിസ്ഥാനം. എഗ്രിമെൻറ്റ് ഇല്ലെങ്കിൽ, ഡീഡ് ഇല്ലെങ്കിൽ ലാഭവും നഷ്ടവും വീതിക്കേണ്ടത് തുല്യമായിട്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പാർട്ട്നേഴ്സിന് അവർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ലഭിക്കാൻ അർഹതയുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദർ ഈസ് നോ ക്ലെയിം ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പാർട്ട്നേഴ്സ് ആർ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. മൂന്നാമത്തെ കാര്യം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുന്ന തുകയ്ക്ക് ഫേമിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ്. നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. നോ ഇൻട്രസ്റ്റ് വിൽ ബി ചാർജ്ഡ് ഓൺ ഡ്രോവിങ്സ്. പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുന്ന തുകയ്ക്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ ഫേമിനും അധികാരമില്ല എന്ന് ചുരുക്കം. നാലാമതായി, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. പാർട്ട്നേഴ്സ് ക്യാപിറ്റലിന് പുറമെ ഏതെങ്കിലും പാർട്ട്ണർ ഒരു നിശ്ചിത തുക അല്ലെങ്കിൽ ഒരു സർട്ടൺ എമൗണ്ട് ലോണായിട്ട് ഫേമിന് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ലോണിന് ഇൻട്രസ്റ്റിന് പാർട്ട്നേഴ്സിന് അർഹതയുണ്ടോ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മിനിമം 6% ഇൻട്രസ്റ്റ് ഈസ് ടു ബി ഗിവൺ. അങ്ങനെ ഏതെങ്കിലും പാർട്ട്ണർ ക്യാപിറ്റലിന് പുറമെ ഒരു എമൗണ്ട് ഫേമിന് ലോണായി നൽകിയിട്ടുണ്ടെങ്കിൽ ആ ലോണ് തിരിച്ചടയ്ക്കുന്നിടം വരെയും കൊടുത്തു തീർക്കുന്നിടം വരെയും മിനിമം 6% അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ്, എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കൂടുതൽ ഇൻട്രസ്റ്റിന് അർഹതയുണ്ടായിരിക്കും. എഗ്രിമെൻറ്റിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ പറഞ്ഞിട്ടില്ലെങ്കിൽ മിനിമം 6% ഇൻട്രസ്റ്റിന് പാർട്ട്നേഴ്സിന് അർഹതയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. മിനിമം ഓഫ് 6% ഇൻട്രസ്റ്റ് ഈസ് ടു ബി ഗിവൺ ടു പാർട്ട്നേഴ്സ് ഫോർ ദർ ലോൺ അതർ ദാൻ ദർ ക്യാപിറ്റൽ. ഇത് ക്യാപിറ്റലല്ല സൂചിപ്പിക്കുന്നത്, ക്യാപിറ്റലിന് പുറമെ, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അതിന് പുറമേ വരുന്ന ലോൺ എമൗണ്ടിനാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത്, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. ഇതാണ് 5 കാര്യങ്ങൾ. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലത്തിന് ഏതെങ്കിലും പാർട്ട്നേഴ്സിന് അർഹതയുണ്ടോ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നോ റെമ്യൂണറേഷൻ. ഓരോ തരത്തിലുള്ള റെമ്യൂണറേഷനും, ആക്റ്റീവ് പാർട്ണർ ആണെങ്കിലും, സൈലൻറ്റ് പാർട്ണർ ആണെങ്കിലും, സ്ലീപ്പിംഗ് പാർട്ണർ ആണെങ്കിലും, നോമിനൽ പാർട്ണർ ആണെങ്കിലും ഒന്നിനും വ്യവസ്ഥയില്ല. ഒരു പാർട്ട്നേഴ്സിനും, ആക്റ്റീവ് ഓർ സൈലൻറ്റ് ഓർ നോമിനൽ, നോ റെമ്യൂണറേഷൻ ലൈക്ക് സാലറി ഓർ കമ്മീഷൻ ടു പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് സാലറി എന്ന രൂപത്തിലോ കമ്മീഷൻ എന്ന രൂപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റെമ്യൂണറേഷനോ അർഹതയുണ്ടായിരിക്കുന്നതല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ 5 കാര്യങ്ങളാണ് റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി, 1 പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, 2 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, 3 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, 4 ഇൻട്രസ്റ്റ് ഓൺ ലോൺ, 5 റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പാർട്ണർഷിപ്പ് ഫേമിൽ ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു? ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആർ പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ്. ക്യാപിറ്റൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് ആൻഡ് എവരി പാർട്ണർ ടു അസർട്ടൈൻ ദർ ക്യാപിറ്റൽ ബാലൻസ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇയർ എൻഡിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുക. ഇതിൽ ഓപ്പണിംഗ് ക്യാപിറ്റലും മറ്റ് ഫേമിൽ നിന്ന് പാർട്ണർക്ക് ലഭിക്കേണ്ടതായ തുകകളും പാർട്ണർ വിഡ്രോ ചെയ്ത തുകയും അതിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ടാവും. ഷെയർ ഓഫ് പ്രോഫിറ്റ്, മറ്റ് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് സൂചിപ്പിക്കുന്നത്. ഇതെങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ്. ഏതൊക്കെ മെത്തേഡ്സ് ഉണ്ട് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദർ ആർ 2 മെത്തേഡ്സ്
ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, രണ്ട് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. രണ്ട് മെത്തേഡിൽ ഒന്നാമത്തെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഈസ് എ മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ്. Under this method, partners' capital balance keeps fluctuates from year to year. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡാണ്. ഈ മെത്തേഡ് പ്രകാരം പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് ഓരോ വർഷവും വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതായത് ഒരു വർഷം ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണോ അത് തന്നെ ആവണമെന്നില്ല ക്ലോസിംഗ് ക്യാപിറ്റൽ. അതായത് പാർട്ട്ണർക്ക് ഫേമിൽ നിന്ന് ലഭിക്കേണ്ടുന്ന എന്തെങ്കിലും ഐറ്റംസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആവാം, അല്ലെങ്കിൽ സാലറി ആവാം, അല്ലെങ്കിൽ കമ്മീഷൻ ആവാം, അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആവാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ആവാം, അല്ലെങ്കിൽ ഡ്രോവിങ്സ് ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ക്യാപിറ്റലിൻ്റെ ബാലൻസ് മാറുന്നു. ഇതെല്ലാം അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ, അവരവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് ഉൾക്കൊള്ളിക്കുന്നതെങ്കിൽ ക്യാപിറ്റലിൻ്റെ ബാലൻസ് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ക്യാപിറ്റലിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസിനെ അപേക്ഷിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്ന വിധത്തിൽ, മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന വിധത്തിലാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ മെത്തേഡിനെയാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് വ്യത്യാസപ്പെടാനുള്ള കാരണം ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു ദ പാർട്ണർ ലൈക്ക് സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോവിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എക്സെട്ര ആർ ടേക്കൺ ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഇറ്റ് സെൽഫ്. അപ്പോൾ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് എല്ലാം പാർട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് ആണ്. ഇതെല്ലാം പാർട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് ആയിരിക്കില്ല ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് വരിക. അത് കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. ഇങ്ങനെ കൂടുന്ന വിധത്തിൽ അല്ലെങ്കിൽ കുറയുന്ന വിധത്തിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ മെത്തേഡിനെയാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ. ഫ്ലക്ച്വേറ്റിംഗ് മീൻസ് ഡീവിയേറ്റിംഗ്, വ്യത്യാസപ്പെടുന്നത്, വ്യത്യാസം വരുന്നത് എന്ന വിധത്തിൽ പ്രിപ്പയർ ചെയ്യുന്നു. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഈ മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. Under this method, only one account is prepared for each and every partner, that is the partner's capital account. ഈ മെത്തേഡ് പ്രകാരം ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ പാർട്ട്നേഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അതായത് പാർട്ട്നേഴ്സിൻ്റെ പേരിലുള്ള പേഴ്സണൽ അക്കൗണ്ടായ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം. ഇനി എന്താണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് നോക്കാം. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് ഈസ് അനദർ മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ബാലൻസ് റിമെയിൻസ് ഫിക്സ്ഡ്. ഈ മെത്തേഡ് പ്രകാരം പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് എന്ത് ചെയ്യുന്നു? പ്രധാനമായും രണ്ട് സാഹചര്യങ്ങൾ ഒഴികെ മറ്റൊരു സാഹചര്യത്തിൽ മാറ്റം വരാതെ ഒരു സ്ഥിരമായ സംഖ്യയായിട്ട് നിലനിൽക്കുന്നു. ബിസിനസ് ആരംഭിച്ച സമയത്തെ ക്യാപിറ്റൽ തന്നെയായിരിക്കും എല്ലായ്പ്പോഴും അയാളുടെ ക്യാപിറ്റൽ ബാലൻസ്, അൺലെസ് സം എമൗണ്ട് ഓഫ് അഡീഷണൽ ക്യാപിറ്റൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓർ സം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് വിഡ്രോൺ ആസ് പെർ എഗ്രിമെൻറ്റ്. അപ്പോൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നതിന് അനുസൃതമായി കുറച്ച് ക്യാപിറ്റൽ വിഡ്രോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വർഷം അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴോ ഒഴികെ മറ്റെല്ലാ സാഹചര്യങ്ങളിലും പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് സ്ഥിരമായി നിലനിൽക്കുന്നുവെങ്കിൽ അങ്ങനെ ക്യാപിറ്റൽ ബാലൻസ് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ട് നിലനിർത്തുന്ന തരത്തിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന മെത്തേഡിനാണ് എന്ത് പറയുക? ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ക്യാപിറ്റൽ ബാലൻസ് ഫിക്സ്ഡായി നിലനിൽക്കണമെങ്കിൽ പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് എല്ലാം മറ്റൊരു അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റേണ്ടി വരും. ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് റിലേറ്റിംഗ് ടു ദ partners are taken to another account which is called a current account. So in this method, two accounts are prepared for each and every partner. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡിൽ ഓരോ പാർട്ട്നേഴ്സിനും രണ്ട് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, മറ്റൊന്ന് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. അപ്പോൾ എന്താണ് കറണ്ട് അക്കൗണ്ട്? പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടുകളാണ്. രണ്ടും പാർട്ട്നേഴ്സിൻ്റെ പേരിലുള്ള അക്കൗണ്ടുകളാണ്. പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് റിലേറ്റിംഗ് ടു ദ പാർട്ട്ണർ. പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസും റെക്കോർഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന അക്കൗണ്ടിനെയാണ്, പേഴ്സണൽ അക്കൗണ്ടിനെയാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയാം. ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് ലൈക്ക് സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോവിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എക്സെട്ര. ഓൾ ദീസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് ആർ ടേക്കൺ ടു പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. അപ്പോൾ ഒരു പാർട്ട്ണർക്ക് ഫേമിൽ നിന്ന് എത്ര തുകയാണ് ലഭിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ഈ മെത്തേഡ് പ്രകാരം അയാളുടെ ഫിക്സ്ഡ് ക്യാപിറ്റൽ ബാലൻസ് പ്ലസ് ഈ കറണ്ട് അക്കൗണ്ട് ബാലൻസ്, ഇത് രണ്ടും കൂടെ ചേരുന്നതായിരിക്കും. ആൻഡ് യൂഷ്വലി കറണ്ട് അക്കൗണ്ട് ഹാസ് എ ക്രെഡിറ്റ് ബാലൻസ്. സാധാരണഗതിയിൽ കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഇനി ചില സമയങ്ങളിൽ കൂടുതൽ വിഡ്രോവൽസും അതുപോലെ ഷെയർ ഓഫ് ലോസ് ഒക്കെ വരികയാണെങ്കിൽ ഡെബിറ്റ് ബാലൻസിലേക്ക് വരാം. സാധാരണ ക്യാപിറ്റൽ അക്കൗണ്ടിനും കറണ്ട് അക്കൗണ്ടിനും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഈ രണ്ട് ബാലൻസും ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ, ഈ രണ്ട് അക്കൗണ്ടിനും ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ രണ്ടും ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലേക്ക് വരികയും ചെയ്യും.
ഇനി അടുത്തതായി പഠിക്കാനുള്ളത് ഫോർമാറ്റ് ഓഫ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഹെഡ്ലൈൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റിംഗ്. ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ബിസിനസ് തുടങ്ങിയ വർഷം, തുടങ്ങിയ ഡേറ്റ് അല്ലെങ്കിൽ ഏത് വർഷമാണോ ആ വർഷത്തിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ്. ബാലൻസ് ബ്രോട്ട് ഡൗൺ ക്രെഡിറ്റ് സൈഡിലേക്കാണ് വരുന്നത്. ക്യാപിറ്റൽ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ബ്രോട്ട് ഡൗൺ ക്രെഡിറ്റ് സൈഡ്. ഓർ ഈ വർഷം തുടങ്ങിയ ബിസിനസ് ആണെങ്കിൽ ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ആയിട്ടാണ് കൊണ്ടിരിക്കുന്നതെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് എന്ന് വരാം. അല്ലെങ്കിൽ ഇൻ ദ ഫോം ഓഫ് കൈൻഡ് അസറ്റ്സിൻ്റെ രൂപത്തിലാണ് ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ അസറ്റ്സിനെ ഓരോന്നോരോന്നായി ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ക്യാഷ് ഓർ ബാങ്ക് ഓർ അസറ്റ്സ് അല്ലെങ്കിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ ഓപ്പണിംഗ് ബാലൻസ്. ഇനി രണ്ടാമതായിട്ട് പോസ്റ്റിംഗ് വരുന്നത് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ക്യാഷ് ഓർ ബാങ്ക് വരുന്നു, അഡീഷണൽ ക്യാപിറ്റൽ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഈ വർഷം ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ലഭിക്കുന്നുവെങ്കിൽ ഈ വർഷം ലഭിച്ചിരിക്കുന്ന ഇൻട്രസ്റ്റോടെ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു. ദെൻ പാർട്ണർക്ക് സാലറി അല്ലെങ്കിൽ കമ്മീഷൻ അങ്ങനെയുള്ള എന്തെങ്കിലും ഫേമിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ഫേമിൽ നിന്ന് പാർട്ണർക്ക് ലഭിക്കാനുള്ള തുകകളെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഇവിടെ റെക്കോർഡ് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി അവസാനമായി വരേണ്ടത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്നാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് നമ്മൾക്ക് ഇങ്ങോട്ട് വരിക. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസും അവിടെ റെക്കോർഡ് ചെയ്തതിന് ശേഷം എല്ലാ അപ്രോപ്രിയേഷന് ശേഷം ലഭിക്കുന്ന പ്രോഫിറ്റാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ ഷെയർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഷെയർ ചെയ്ത് ലാഭവിഹിതം കൂടി ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് ഡെബിറ്റഡ് വിത്ത് ഡ്രോവിങ്സ്. ഈ വർഷം പാർട്ണർ നടത്തിയിരിക്കുന്ന ഡ്രോവിങ്സ് അത് അക്കൗണ്ടിൻ്റെ എൻഡ് ഡേറ്റ് ആയിരിക്കും, ക്ലോസിംഗ് ഡേറ്റിലാണ് കാണിക്കേണ്ടത്. ഇയർ എൻഡ് ഡേറ്റ് ആണ്. ഡ്രോവിങ്സ് ഡെബിറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ഷെയർ ഓഫ് ലോസ് ഡെബിറ്റ് ചെയ്യുന്നു. ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ലഭിക്കുന്നു, ബാലൻസ് ക്യാരി ഡൗൺ ഇഫ് ഇറ്റ് ഷോസ് എ ക്രെഡിറ്റ് ബാലൻസ്. ഇനി അതല്ല, ചിലപ്പോൾ ചില വർഷങ്ങളിൽ കൂടുതൽ ലോസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ കൂടുതൽ വിഡ്രോവൽ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് ചിലപ്പോൾ ഡെബിറ്റ് ബാലൻസിലേക്ക് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പോയേക്കാം. അങ്ങനെയാണെങ്കിൽ ഡെബിറ്റ് ടോട്ടൽ ആദ്യം ടോട്ടൽ ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് ക്രെഡിറ്റ് എമൗണ്ട് കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന ഡെബിറ്റ് ബാലൻസ് ക്യാരി ഡൗൺ. ഇത് നമ്മൾ നെക്സ്റ്റ് ടോട്ടലിന് താഴേക്ക് നെക്സ്റ്റ് സൈഡിലേക്ക് ക്യാരി ഓവർ ചെയ്ത് എഴുതുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഇയർലി അക്കൗണ്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതിൻ്റെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലെ ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർമാറ്റ്. ഇനി ഫോർമാറ്റ് ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ രണ്ട് അക്കൗണ്ട് ഉണ്ട്. ഇവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സ്ഡ് ഡേറ്റ് ഓപ്പണിംഗ് ഡേറ്റിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ ഓർ ക്യാഷ് ഓർ ബാങ്ക് ഓർ അസറ്റ്സ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ദെൻ അഗെയിൻ ക്യാഷ് ഓർ ബാങ്ക് ഫോർ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് ചെയ്യുന്നു. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ആരംഭിച്ച ബിസിനസ് ആണെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് എന്നാണ് കാണിക്കുക. അല്ലെങ്കിൽ അസറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നതെങ്കിൽ അസറ്റ്സ് 1 by 1 ആയിട്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് എന്ന് ക്രെഡിറ്റ് ചെയ്യുന്നു. പിന്നെ മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് ഒന്നും ഇതിൽ ക്രെഡിറ്റ് സൈഡിലേക്ക് വരുന്നില്ല. ഡെബിറ്റ് സൈഡിൽ ഡ്രോവിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സും വരുന്നില്ല. എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ വിഡ്രോ ചെയ്യുന്ന തുകയുണ്ടെങ്കിൽ നേരെ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്ത് വിഡ്രോവൽ കാണിക്കുന്നു. ദെൻ മറ്റൊന്നും ഇതിലേക്ക് വരാനില്ല. ബാലൻസ് ചെയ്യുമ്പോൾ സാധാരണ പോലെ ക്രെഡിറ്റ് ടോട്ടൽ കൂടുതലും ഡെബിറ്റ് കുറവുമാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ ലഭിക്കുന്നു. ഇനി രണ്ടാമത്തെ അക്കൗണ്ട് ഫോർമാറ്റ് ഓഫ് കറണ്ട് അക്കൗണ്ടാണ്. അതിൻ്റെ ഫോർമാറ്റ് നോക്കാം. ഇതിനും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവാം. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ വരുന്നു, ആദ്യം തന്നെ ഓപ്പണിംഗ് ഡേറ്റിൽ. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് ഓരോന്നോരോന്നായി ക്രെഡിറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ്, സാലറി ഓർ കമ്മീഷൻ ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യുന്നു. അതുപോലെ ഡെബിറ്റ് സൈഡിൽ ഡ്രോവിങ്സ് ഡെബിറ്റ് ചെയ്യുന്നു. പാർട്ട്നേഴ്സിൻ്റെ ആ വർഷത്തെ ഡ്രോവിങ്സ്, ആ വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, അതുപോലെ ഷെയർ ഓഫ് ലോസ്. ശേഷം ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ടോട്ടൽ കൂടുതലാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ ഇഫ് ഇറ്റ് ഷോസ് എ ക്രെഡിറ്റ് ബാലൻസ്. അതല്ല ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ലഭിക്കുന്നു. ഇതാണ് കറണ്ട് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.